നമസ്കാരം. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് എപ്പോഴും നോക്കാറുള്ളതാണ്. ഇപ്പം AR-ലെ കഥാപാത്രം കുറച്ചു നേരമെങ്കിലുള്ള ഇപ്പോഴും ആ വില്ലനിസം അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കാമോ അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരുപാട് മീറ്റർ ഓവർ ആക്കാതെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ശരിയായി ആ ട്രെയിലർ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന്. എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ? എനിക്കും സിനിമയ്ക്ക് ഒരു കണക്ഷൻ ഉള്ളു. ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് 2010 ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് സിനിമയ്ക്ക് ഒരു കണക്ഷനും ഇല്ല. ഞാൻ അധികം സിനിമ കാണുന്ന ആളല്ല. പക്ഷെ ആദ്യത്തെ സിനിമ കഴിഞ്ഞൊരു 3 കൊല്ലം പോസ്റ്റായിരുന്നു, വീട്ടിലായിരുന്നു, ഒന്നും ഒരു വർക്കും ചെയ്തില്ല. പക്ഷെ ആ ഒരു 3 കൊല്ലത്തിലൊരു എന്തോ ഒരു സിനിമയിനോടുള്ള ഒരു പാഷനായിട്ട് മാറി. പിന്നെ എനിക്ക് തോന്നുന്നത് ഓരോ ആക്ടറിന്റെയും ജേർണിയാന്ന് തോന്നുന്നു. എനിക്ക് എവിടെയോ ഒരു 2017-18 ഒക്കെ ആയപ്പോൾ ഞാൻ എല്ലാം ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ 2018 ഞാനത് നിർത്തി. ഞാൻ കോപ്രോളും അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന സാധനം ഞാൻ നിർത്തി. പിന്നെ സുഴൽ എന്ന് പറയുന്ന സീരീസ് വന്നു. ഇപ്പം മനോരഥങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു പെർഫോമറിന് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാതെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് എനിക്ക്. സോ ഇപ്പം AR അതിലൊരു ക്യാരക്ടർ ആണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സോ ഇതുപോലെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഐ എം ട്രൈങ് ടു ബി എന്താ പറയാ കെയർഫുൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. ഈ 2018 കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് കുറച്ച് നല്ലത്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടും ഉണ്ട്. അപ്പം താങ്ക് യു. എന്താ പറയാ, ഇതുവരെ എനിക്ക് കഥാപാത്രങ്ങൾ തന്ന ഡയറക്ടേഴ്സിനും ഇങ്ങനെ വേറെ രീതിയിൽ എന്നെ യൂഷ്വലി കാണുന്ന ലൈഫിലല്ലാതെ വേറെ രീതിയിൽ കാണുന്ന ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്ഥിരം പോലീസുകാരെന്നുള്ള ഒരു എല്ലാവരും പഠിക്കുന്ന എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇയാൾ എന്താ ഇപ്പൊ നോക്കിയാലും പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അതെന്നെ എനിക്കും തോന്നി. പക്ഷെ അത് എന്താണെന്നറിയോ, ഞാൻ ആ ഒരു 3 കൊല്ലം എനിക്ക് പണിയൊന്നും ഇല്ലാതെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വീട്ടിൽ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു ഡെസ്പെറേറ്റ്നെസ്സിൽ ഞാൻ വന്ന സിനിമകളൊക്കെ ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു. തമിഴ്, തെലുഗു, മലയാളം എല്ലാം ഒന്നും നോക്കാതെ ഞാൻ ചെയ്തു. പക്ഷെ ആ ഒരു ജേർണിയിൽ ഏതോ ഒരു പോയിന്റിൽ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളിപ്പോ ചോദിച്ചതുപോലെ ഒരാൾ ചോദിച്ചതാ, അന്നാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം എന്തായാലും താങ്ക് യു. ബട്ട് അതൊരു ജേർണിയാന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഇപ്പം കുറെ മാറ്റമായി. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. അജയന്റെ 2ാം വർഷം സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് അതിന്റെ വ്യാജ പ്രിന്റ് ഇറങ്ങിയത്. കണ്ടിട്ടുണ്ടാവും, ന്യൂസിൽ വാർത്ത കണ്ടിട്ടുണ്ട്. അത് സിനിമയെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അജയന്റെ 2ാം വർഷം എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് 118 ദിവസം ഷൂട്ട് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടി പ്രൊഡ്യൂസർ പൈസ ഇറക്കി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരും ബ്ലഡ് ആൻഡ് സ്വെറ്റ് ആണ് അതിലിട്ട് ചെയ്യുന്നത്. അപ്പം എളുപ്പത്തിൽ അതിനെ ഈ വരും പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലുവാണ്. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് നിങ്ങളിതിപ്പം OTT എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ എല്ലാ സിനിമകളും വരുന്നുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ, ആൻഡ് അത് കഴിഞ്ഞിട്ട് OTT വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടോ. പക്ഷെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൈറേറ്റഡ് വേർഷൻസ് ഒക്കെ കാണുന്നത് ഭയങ്കര മോശമാണ്. ഭയങ്കര സങ്കടമാണ്. കാലങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന സൊല്യൂഷൻ ഇതുവരെ കണ്ടിട്ടില്ല. സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ടെക്നോളജി വളരുമ്പോൾ നല്ലതുകൊണ്ട് മോശമുണ്ട്. ഐ തിങ്ക് അതൊരു മോശം എന്ന് പറയുന്ന ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു ഫുൾ സ്റ്റോപ്പ് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. சிம்பிள் சொல்யூஷன், நம்ம பாக்குறது நிறுத்திட்டா பைரசி போயிடும், அவ்வளவுதான் சொல்யூஷன்.
ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യും. അനഘ എങ്ങനെയാണ് ഈ സിനിമയിൽ പറയാം ഡീറ്റെയിൽ ആയിട്ട്? ഞാൻ അതിനോടൊരു ഫിലിം അഭിനയിച്ചിട്ടുണ്ട് മുന്നേ, നട്പെട്ടുണേ വന്നിട്ട്. അപ്പം അതിനകത്ത് പക്ഷേ ആദ്യം ജസ്റ്റ് കോ ആക്ടർ. അപ്പൊ അങ്ങനെ ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ കോൾ മീ, ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, എങ്ങനെയാണ് എന്നോട് ചെയ്താൽ നല്ലതായിരിക്കും, ബിക്കോസ് ഇങ്ങനത്തെ ഒരു റോൾ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല. ആൻഡ് സോ അങ്ങനെ ആണ് സ്റ്റോറി പറയുന്നത്. സോ സ്റ്റോറി പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിങ്ങനെ ഒരു റോൾ ചെയ്തിട്ടില്ല, ആൻഡ് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിലിമില്. സോ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഐ തോട്ട് ഐ ആം ഡൂയിങ് ദ ഫിലിം. അതാണ് എനിക്ക് ശരിക്കും കുറെ ടഫ് സീൻസ് ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ കുറെ ചാലഞ്ചിങ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് ഇതിനകത്ത്. ആൻഡ് കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സോ അങ്ങനെ കുറെ നോക്കുവാണെങ്കിൽ കുറെ ബുദ്ധിമുട്ടിലുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, എല്ലാവരും ഭയങ്കര യൂണിറ്റിയോടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫിലിമായിരുന്നു. സോ അത് കാരണം ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. സർ പറഞ്ഞമാരെ എല്ലാരും ഒരുമിച്ച് ചേർന്ന് ഒരു ക്രിയേറ്റീവായിട്ട് ഒന്ന് ചെയ്യാൻ നോക്കുന്നു. സോ അങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ, ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിലിം. ആൻഡ് ഇതിന്റെ സ്കെഡ്യൂൾസ് ആണെങ്കിൽ കുറെ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന സമയമൊക്കെ നോക്കി വളരെ റിലാക്സ്ഡ് ആയി ഷൂട്ട് ചെയ്തൊരു ഫിലിമായിരുന്നു. ആൻഡ് ഇവരുടെ ടീം ആണെങ്കിലും ഇവർ തന്നെയാണ് എല്ലാവരും ഇതിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ പാർട്ടാണെങ്കിലും എല്ലാം ഇവരുടെ ടീം തന്നെയാണ് ഫുൾ മാനേജ് ചെയ്തത്. ബട്ട് ആ ഒരു സ്ട്രെസ് ഒന്നും നമ്മുടെ ആക്ടേഴ്സിലോട്ട് വന്നിട്ടില്ല. അത് ഒരു രീതിയിലും അത് സെറ്റിൽ വരുമ്പോൾ നമുക്ക് അവരെ ഫേസിലൊന്നും ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ പ്രഷറോ അത് കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയി ഭയങ്കര കംഫർട്ടബിൾ ആയി വർക്ക് ചെയ്തൊരു ഫിലിമായിരുന്നു. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആൻഡ് എനിക്ക് എൻ്റെ ഒരു ഈ ജേർണിയിൽ ഭയങ്കര നല്ല, വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റി. സോ യെസ്. അതെ അതെ. അതാണ് ആക്ച്വലി ഇതിപ്പോ ഇത് സെക്കൻഡ് ഫിലിം. സോ ഒരു 5 years മുന്നേ ആയിരുന്നു ഫസ്റ്റ് ഫിലിം. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഐ കുഡ് സി എ ഗ്രോത്ത് പ്രൊഫഷണലി. ഭയങ്കര ലോട്ട് ഓഫ് എവല്യൂഷൻ, കുറെ ഭയങ്കര കോൺഫിഡൻസും പിന്നെ ഭയങ്കര ഡയറക്ടർ അല്ലാതെ തന്നെ നമ്മുടെ ടീം മാനേജ് ചെയ്തത് കുറെ ആക്ടേഴ്സ്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മോർ ദാൻ 500-600 ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സെറ്റിൽ. അത്രയും വലിയ സെറ്റും അത്രയും ആക്ടേഴ്സ് ഒക്കെ ഉള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് the way he was handling the crowd and the way he was handling all the actors, അത്രയും senior ആയിട്ടുള്ള actors at this young age. So അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി എനിക്ക്. Everything, handling everything. So that was very inspiring. നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ തന്നെ ആ കഥാപാത്രം രണ്ടാമത് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് വളരെ വിരളമാണ്. താങ്കൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് കൈതീറ്റുവരെ കഥാപാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് ആ വില്ലൻ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ കൈതീറ്റു കൊണ്ട് സംഭവിക്കുമോ? എന്താണ് കഥാപാത്രത്തിന്? നിങ്ങളിപ്പം ചോദിച്ച പോലെ തന്നെ എനിക്ക് ചോദ്യമുണ്ട്. പുള്ളിക്കാരൻ അത് പെട്ടെന്ന് ചെയ്താൽ എനിക്ക് സന്തോഷം സംഭവിക്കാൻ തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവിക്കട്ടെ. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. ലൊക്കേഷനെടുക്കുന്ന ഒരു വഴി ഹരീഷ് നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ കാലഘട്ടം ചെയ്യാൻ പോകും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം യെസ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. വിക്രം 2 ഉണ്ടല്ലോ, വിക്രം 2 അങ്ങനെ തന്നെയാണല്ലോ എന്ത് ചെയ്തത്? അത് ജസ്റ്റ് ഒരു കണക്ഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും തോന്നുന്നു. Thank you so much.